24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. അനധികൃതമായി അവധിയെടുത്ത് മാറി നിൽക്കുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ് വരുന്നു. ജൂൺ 6-നകം ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറിയിപ്പിൽ പറയുന്നു. അനധികൃതമായി അവധിയെടുത്ത് വിട്ടുനിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ വിവരങ്ങൾ അടിയന്തരമായി കൊടുക്കാൻ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ്, വിശദാംശങ്ങൾ. ഈ എന്ത് സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്? കാര്യം കഴിഞ്ഞ കുറച്ചധികം കാലമായി ഡോക്ടേഴ്സൊക്കെ വിദേശത്ത് പോയി 5 കൊല്ലം ലീവ് എടുത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എന്താണിപ്പോൾ പെട്ടെന്നുണ്ടായ കാര്യം? ഗുഡ് മോർണിംഗ്. അനധികൃതമായി അവധിയെടുത്ത് പോയ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു അന്ത്യശാസനമായാണ് ഇപ്പോൾ ഒരു ഉത്തരവായി തന്നെ ഇത് ഇറക്കിയിരിക്കുന്നത്. കാരണമായി പറയുന്നത് നിലവിൽ കാലവർഷം എത്താൻ പോകുന്നു, പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ അടക്കം അധിക സമയം പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഘട്ടത്തിലാണ് അനധികൃതമായി അവധിയെടുത്ത ഡോക്ടർമാർ ഉൾപ്പെടുന്ന നിരവധി ആരോഗ്യ പ്രവർത്തകർ മാറി നിൽക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്ന കാര്യം. ഈ കഴിഞ്ഞ ആഴ്ച ചേർന്ന ഒരു യോഗത്തിൽ 5 ദിവസത്തിനകം ജില്ലാതലത്തിൽ അനധികൃതമായി അവധിയിൽ പ്രവേശിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കണക്ക് നൽകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലഭിച്ച ശേഷമാണ് ഇപ്പോൾ ഒരു ഉത്തരവായി തന്നെ ഒരു നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ജൂൺ 6-നകം അനധികൃത അവധിയിൽ പോയ എല്ലാവരും തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ അന്ത്യശാസനം. അത്തരത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ബോണ്ട് ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ഈ സമയപരിധി അവസാനിച്ചിട്ടും ജോലിയിൽ പ്രവേശിക്കാത്തവരെ സസ്പെൻഡ് ചെയ്യുമെന്ന ഒരു കർശന നിലപാട് കൂടി ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അച്ചടക്ക നടപടികൾ എടുത്ത് അത് തീർപ്പാക്കി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനും നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ പ്രധാനമായും ഇതിന്റെ കാരണമായി പറയുന്നത് നിലവിലെ ഒരു പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചാണ്. വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ഈ ഡെങ്കിപ്പനി കേസുകൾ ഉൾപ്പെടെ ഉള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു നിർദ്ദേശമായി ആരോഗ്യമന്ത്രി നൽകിയിരുന്നെങ്കിലും ഇത് നടപ്പിലായിരുന്നില്ല. ഈ നിർദ്ദേശം പാലിക്കാൻ ആരോഗ്യ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഉത്തരവായി ഇറക്കിയതും ഒരു കർശന നടപടികളിലേക്ക് പോകാൻ ഇപ്പോൾ വകുപ്പിനെ പ്രേരിപ്പിച്ചതും. അഖിൽ, PM പറയുന്നു വൈറ്റില ആലപ്പുഴ ഹൈവേയിൽ വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നു. അതുവഴി പോകുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കുക. ഇനി ഇടവേള. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റും 17 സെക്കൻഡും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.